ഹായ് ഹലോ നമസ്കാരം അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഈദ് ഡേ ആണ്. അപ്പോൾ ഈദിനോടനുബന്ധിച്ച് എൻ്റെ വിശേഷങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. രാവിലെ തന്നെ പെറോട്ടയും ചിക്കൻ കറിയൊക്കെ കഴിച്ച് മോൻ പള്ളിയിലേക്ക് പോകാൻ ഇറങ്ങി. ഇത് വാപ്പ പള്ളിയിലേക്ക് ഇറങ്ങാൻ പോകുന്ന വീഡിയോ ഉമ്മ എനിക്ക് സെൻഡ് ചെയ്ത് തന്നതാണ്. അൽഹംദുലില്ലാ മാഷാ അല്ലാ. അതിനുശേഷം ഞാനടുത്ത് ബിരിയാണി ഉണ്ടാക്കുന്ന തിരക്കിലാണ്. അങ്ങനെ ഇതാ ചിക്കനൊക്കെ ഫ്രൈ ചെയ്ത് വെച്ചു. കാഷ്യൂ നട്ട്സും ഉണക്കമുന്തിരിയും അതുപോലെ തന്നെ സവാള കുറച്ച് നല്ലപോലെ വറുത്ത് മൂപ്പിച്ചും ഒക്കെ കോരി വെച്ചു. അതിനുശേഷം നമ്മൾ സാധാരണ പോലെ തന്നെ ബിരിയാണി റെഡിയാക്കുകയാണ്. സത്യത്തിൽ ഞാനൊരു വെറൈറ്റി ബിരിയാണിയൊക്കെയാണ് ഞാനിവിടെ ട്രൈ ചെയ്യാനായിട്ട് തീരുമാനിച്ചിരുന്നത്. അതായത് ഞാൻ സാധാരണ എല്ലാ ഈദിനും ഫ്രൈഡ് ചിക്കൻ ബിരിയാണി നല്ല സമയമെടുത്ത് റെഡിയാക്കും. അതുകൊണ്ട് തന്നെ അതിൻ്റെ ടേസ്റ്റ് ഭയങ്കരമാണ്. ഞാൻ ഉണ്ടാക്കുന്നത് കൊണ്ട് എന്നെ പുകഴ്ത്തിയതല്ല കേട്ടോ. ഇവിടെ അയൽവക്കത്തൊക്കെ ഞാൻ കൊടുക്കാറുണ്ട്. അപ്പോൾ അവരൊക്കെ പറഞ്ഞിട്ടുണ്ട് ഭയങ്കര ടേസ്റ്റാണ്, പല ഭാഗത്തു നിന്ന് നമുക്ക് ബിരിയാണി എത്തുന്നു, പക്ഷേ നബിലയുടെ ബിരിയാണി സൂപ്പറാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞതാണ്. എനിക്കും അത് ഭയങ്കര ഇഷ്ടമാണ് ഫ്രൈഡ് ചിക്കൻ ബിരിയാണി. ഞാൻ എൻ്റെ ഇന്നത്തെ ഗസ്റ്റ് ആരാണ് എന്ന് ചോദിച്ചാൽ ഒരു 3 പേരുണ്ട്. അതിഥികൾ 3 പേരാണ്. അത് ആരൊക്കെയാണെന്നുള്ളത് നിങ്ങൾ തന്നെ കണ്ടോളൂ. അപ്പം ഞാൻ അതിനു മുമ്പ് അവർക്ക് കൊടുക്കാനായിട്ടാണ് ഞാൻ ഈ സ്പെഷ്യൽ ബിരിയാണി റെഡിയാക്കാനായിട്ടൊക്കെ ചിന്തിച്ചിരുന്നത്. പക്ഷെ നിർഭാഗ്യവശാൽ, അല്ലെങ്കിൽ അവർക്ക് എൻ്റെ ബിരിയാണി കഴിക്കാനായിട്ടുള്ളൊരു യോഗമില്ല. അതായിരിക്കണം. നമ്മുടെ രാവിലെ ആയപ്പോൾ തന്നെ ലൈനിൽ വെള്ളം കഴിഞ്ഞു. നമുക്കിവിടെ കിണർ വെള്ളത്തിൽ ഭയങ്കര ഓരാണ്. അപ്പോൾ ലൈൻ വെള്ളമാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ വെള്ളമൊക്കെ തീർന്നപ്പോൾ നമുക്ക് വിചാരിച്ച പോലെ ഫുഡ് റെഡിയാക്കാനായിട്ട് പറ്റില്ല എന്ന് മനസ്സിലായി. അത് കാരണം ഞാൻ പിന്നെ സാദാ ബിരിയാണിയിലേക്ക് തിരിഞ്ഞു. പക്ഷേ ബിരിയാണി നല്ല സൂപ്പർ ടേസ്റ്റായിരുന്നു. എൻ്റെ അതിഥികളൊക്കെ കഴിച്ചിട്ട് നല്ല അഭിപ്രായമൊക്കെ പറഞ്ഞിട്ട് പോയി. എനിക്കത് ഭയങ്കര സന്തോഷമായി. പിന്നെ സാധാരണ പോലെ ബിരിയാണിയുടെ കടിക്കാൻ നമ്മൾ ഉണ്ടാക്കുന്ന പോലെ നല്ല ചട്നി, തൈര് കൊണ്ടുള്ള ചട്നിയും അച്ചാറും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഈ ബിരിയാണിയൊക്കെ ഉണ്ടാക്കി അങ്ങനെ തീർന്ന് ഇരിക്കുമ്പോഴുണ്ട് ഇക്കാടെ ഉമ്മായും അതുപോലെ അനിയൻ്റെ മക്കളും ഒക്കെ ആയിട്ട് വീട്ടിലേക്ക് വന്നു. അൽഹംദുലില്ലാ, അതും ഒരു ഭയങ്കര സന്തോഷം. അങ്ങനെ എല്ലാവരും കൂടി അവിടെ മക്കളൊക്കെ ഇരുന്ന് TV ഒക്കെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞാണ് ആദ്യം നമ്മുടെ വീട്ടിലേക്ക് എത്തിയ അതിഥി അർച്ചന ടീച്ചർ. എൻ്റെ വീഡിയോസിലൂടെയൊക്കെ കണ്ടിട്ടുള്ളവർക്ക് അറിയാം അർച്ചന ടീച്ചറിനെ. അപ്പോൾ അർച്ചന ടീച്ചറും മോനുമാണ് വീട്ടിലെത്തിയത്. അതിനുശേഷം അർച്ചന ടീച്ചറിനോട് പറഞ്ഞു, ഇനി നമുക്കൊരു ഗസ്റ്റ് ഉണ്ട്, ആ ഗസ്റ്റിനെ ടീച്ചർക്ക് അറിയാം, പക്ഷെ അത് ആരാണെന്ന് ഞാൻ പറയില്ല, വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ അർച്ചന ടീച്ചർ ഞാനിവിടെ കണ്ണുന്നിട്ട് ഇരിക്കുകയാണ്. അർച്ചന ടീച്ചറിനാണെങ്കിലോ ക്ഷമ നശിച്ചിട്ട് വയ്യ അത് ആരാണെന്ന് അറിയാനായിട്ട്. പല ഗസ്സും ചെയ്തു, പക്ഷെ ഞാൻ നമ്മുടെ ശരിയായിട്ടുള്ള വ്യക്തി ആയിരുന്നില്ല ടീച്ചർ ഗസ് ചെയ്തത്. അവസാനം ക്ഷമ നശിച്ച് എന്നെയും കൊണ്ട് ടീച്ചർ താഴേക്ക് നടന്നു. നമുക്ക് താഴേക്ക് പോകാൻ നബില, നമുക്കപ്പോൾ കാരണം ടീച്ചർക്ക് ക്ഷമയില്ല, അത് ആരാണെന്ന് അറിയണം. അങ്ങനെ ഭയങ്കര ആകാംക്ഷയിലായിരുന്നു. അങ്ങനെ ഒടുക്കം നമ്മുടെ ഗസ്റ്റ് എത്തിയിട്ടുണ്ട്. അതാരാണെന്ന് വെച്ചാൽ ഒരു 5 വർഷങ്ങൾക്ക് മുന്നേ നമ്മുടെ അൽറിഫ പബ്ലിക് സ്കൂളിൽ നമ്മുടെ ഒപ്പം തന്നെ വർക്ക് ചെയ്ത ടീച്ചറാണ്. കുറച്ച് മാസങ്ങളെ ആ ടീച്ചർ നമ്മുടെ ഒപ്പം വർക്ക് ചെയ്തുള്ളൂ. പക്ഷെ അതിനുശേഷവും ആ ടീച്ചർ കൂടെ എന്നെ വിളിക്കുകയും നമ്മുടെ വിശേഷങ്ങളൊക്കെ അന്വേഷിക്കുകയും ഒക്കെ ചെയ്യും കേട്ടോ. ആ ഒരു സ്നേഹവും സൗഹൃദവും ഒക്കെ എന്ന് നിലനിർത്തി പോന്നിരുന്നു. അപ്പോൾ അത്രയും ഒരു സ്നേഹവും ഉള്ളത്, അങ്ങനെയൊക്കെ ഉള്ള കൂട്ടുകാരെ കിട്ടുക എന്നൊക്കെ പറയുന്നത് അൽഹംദുലില്ലാ ഒരു ഭാഗ്യം തന്നെയാണ്. അങ്ങനെ ഒരു കൂട്ടുകാരിയാണ് എൻ്റെ ഒരു കൂട്ടുകാരിയെ പോലെ തന്നെ, അല്ലെങ്കിൽ ഒരു അനിയത്തിക്കുട്ടിയെ പോലെ തന്നെയൊക്കെയുള്ള അത്രയും സൗഹൃദം കീപ്പ് ചെയ്ത് പോകുന്ന രേഷ്മ ടീച്ചർ. അങ്ങനെ രേഷ്മ ടീച്ചറും അർച്ചന ടീച്ചറും ഞാനും ഒക്കെ അങ്ങനെ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ഒത്തുകൂടിയതാണ്. അങ്ങനെ നമ്മൾ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുകയാണ്. അകത്തിരുന്ന് പിന്നെ ഒരു പ്രൈവസി നോക്കിയായിരിക്കണം. ഞാൻ കിച്ചണിലേക്ക് എത്തിയപ്പോൾ ആ കിച്ചണിൻ്റെ സൈഡിൽ വന്ന് തറയിലിരിക്കുകയാണ്. അതിനുശേഷം നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് എല്ലാവർക്കും എടുത്തു. അപ്പോഴേക്കും ഇക്കാടെ ഉമ്മയും മക്കളും ഒക്കെ ഫുഡൊക്കെ കഴിച്ചിട്ട് തിരിച്ചു പോയിരുന്നു. ഇക്കാടെ ഉമ്മക്ക് ക്യാമറ ഫേസ് ചെയ്യാനായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് ഉമ്മയെ ഞാൻ കാണിക്കാത്തത്.
അതിനുശേഷം നമ്മളിതാ ബിരിയാണിയൊക്കെ കഴിക്കുകയാണ്. ഒരുപാട് വിശേഷങ്ങളും കഥകളും ഒക്കെ പറയാനുണ്ടായിരുന്നു നമുക്ക് കേട്ടോ. അങ്ങനെ എല്ലാം നമ്മളിങ്ങനെ പരസ്പരം ഷെയർ ചെയ്ത് ചിരിച്ചും, സത്യത്തിൽ ഫുഡ് കഴിക്കുമ്പോൾ സംസാരിക്കാൻ പാടില്ല എന്നാണ്, പക്ഷെ ഒരുപാട് കാലത്തിന് ശേഷം കണ്ടത് കൊണ്ട് തന്നെ നമുക്ക് പറയാൻ വിശേഷങ്ങൾ ഒരുപാടായിരുന്നു. അതുകൊണ്ട് നമുക്ക് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴും സംസാരിച്ചിരുന്നാണ് കഴിച്ചത്. തെറ്റാണെന്ന് അറിയാമെങ്കിലും നമുക്ക് അത്രയും നമ്മളെല്ലാം എക്സൈറ്റഡ് ആയിരുന്നു അത്രയ്ക്കും, കാരണം ഒരുപാട് കാലങ്ങൾക്ക് ശേഷം നമ്മൾ ഒത്തുകൂടിയതായിരുന്നു. ഇനി എനിക്ക് ഒരു ഗസ്റ്റും കൂടി ഉണ്ട് കേട്ടോ. ആ ഗസ്റ്റ് എന്ന് പറയുമ്പോൾ അതാരാണെന്ന് ചോദിച്ചാൽ ഇനിയിപ്പോൾ പറയാം, ആതിര ടീച്ചറായിരുന്നു. ആതിര ടീച്ചറിന് ഈ ദിവസം നമ്മുടെ ഈദിൻ്റെ അന്ന് വരാനായിട്ട് പറ്റിയില്ല. ടീച്ചർ കുറച്ച് തിരക്കിലായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ടീച്ചറിനെ അന്നേ ദിവസം കിട്ടിയില്ല. പക്ഷേ ടീച്ചർ പിറ്റേ ദിവസം വന്നു കേട്ടോ. അത് ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ 3 പേരും കൂടി ഇരുന്ന് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് മാങ്ങയൊക്കെ കഴിക്കുകയാണ്. വിശേഷങ്ങൾ അപ്പോഴും പറഞ്ഞു തീരുന്നില്ല കേട്ടോ, അത്രയും വിശേഷങ്ങളായിരുന്നു. പിന്നെ എന്താ, ഒരുപാട് സന്തോഷവും അൽഹംദുലില്ലാ. ഈദിനിങ്ങനെ എല്ലാവരും കൂടിയൊക്കെ കൂടി ഓരോരോ വിശേഷങ്ങളൊക്കെ, അതും ഒരുപാട് കാലങ്ങൾക്ക് ശേഷം കാണുമ്പോൾ ഉള്ള ഓരോരോ വിശേഷങ്ങളൊക്കെ പറയുമ്പോൾ അതിൻ്റെ സന്തോഷവും മാധുര്യവും ഒക്കെ വളരെ കൂടുതലാണ്. ഇപ്പോൾ കാണിച്ചത് അമ്പാടി, അർച്ചന ടീച്ചറിൻ്റെ മോനാണ്. അതിനുശേഷം എന്താ അവർ പോവുകയാണ് കേട്ടോ. ശരിക്കും സങ്കടം തോന്നി. അത്രയും നേരം നമ്മളെല്ലാവരും നല്ല സന്തോഷമായിട്ടൊക്കെ ഇരുന്നിട്ട് പോകുമ്പോൾ അത് നമുക്ക് ചെറിയൊരു സങ്കടം തോന്നുമല്ലോ, സ്വാഭാവികം. അങ്ങനെ ഇതാ അവർ പോവുകയാണ്. അപ്പോൾ രേഷ്മ ടീച്ചർ അവിടെ ഇരിപ്പുണ്ട്. ഞാൻ പറഞ്ഞു എന്തായാലും ടീച്ചറിനെ ഞാൻ 4-5 പണി ആവാതെ വിടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ രേഷ്മ ടീച്ചറിനെ അവിടെ പിടിച്ചിരുത്തിയൊക്കെയാണ്. അങ്ങനെ അർച്ചന ടീച്ചർ എൻ്റെ മുറ്റത്തെ മുല്ല അല്ലാതെ ഒരു സൈസ് ഒരു കാട്ടുമുല്ലയാണ്. അപ്പോൾ അതൊക്കെ വെച്ചത് ആ ടീച്ചർ ബൈ പറഞ്ഞ് പോവാണ്. അമ്പാടി ഇനിയും വരാമെന്നൊക്കെ പറഞ്ഞാണ് പോകുന്നത്. ഇൻഷാ അള്ളാ ഇനിയും നമ്മൾ കാണും, ഇതുപോലെയൊക്കെ ഒത്തുകൂടും ഇൻഷാ അള്ളാ. അങ്ങനെയൊക്കെ അള്ളാഹു വിധി കൂട്ടട്ടെ, ആമീൻ. അങ്ങനെതാ അതിനുശേഷം രേഷ്മ ടീച്ചർ ഇതാ പോവാനായിട്ട് ഇറങ്ങുകയാണ്. രേഷ്മ ടീച്ചറാണെങ്കിൽ ശരിക്കും സെൻറ്റിമെൻ്റലായിപ്പോയി കേട്ടോ. അവൾക്ക് എനിക്ക് തോന്നി എന്തൊരു സ്നേഹമാണ് രേഷ്മയ്ക്ക് എന്നോട് എന്ന്. അൽഹംദുലില്ലാ, മാഷാ അള്ളാ. അങ്ങനെയൊക്കെ ഉള്ള ഒരു കൂട്ടുകാരെ കിട്ടുക എന്ന് പറഞ്ഞാൽ അത് വലിയ കാര്യം തന്നെയാണ്. അങ്ങനെ രേഷ്മയും പയ്യെ യാത്രയാക്കി. അതിനുശേഷം വീട്ടിൽ വന്നപ്പോൾ എൻ്റെ ഉമ്മായും വാപ്പായും ഈദായിട്ട് എന്നെ അങ്ങോട്ട് കാണാത്തതുകൊണ്ട് അവരെന്നെ കാണാൻ ഇങ്ങോട്ട് വന്നു. അതും എനിക്ക് ഭയങ്കര സർപ്രൈസായിരുന്നു. ഞാൻ ഒട്ടും വിചാരിച്ചില്ല ഉമ്മായും പാപ്പായും കാണാൻ ഇങ്ങോട്ട് വരുമെന്ന്. എന്നെ 2 ദിവസം കൊണ്ട് ഉമ്മായും പാപ്പായും വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങോട്ട് വരുന്നില്ലേന്ന് ചോദിച്ചിട്ട്. പക്ഷേ ഇവരെയൊക്കെ ഞാൻ ഗസ്റ്റായിട്ട് ക്ഷണിച്ചിരിക്കുകയാണല്ലോ. അപ്പം ഞാൻ അങ്ങനെ പോകുന്നത് എങ്ങനെയാണ്, അതുകൊണ്ടാണ് പോവാതിരുന്നത്. അങ്ങനെ അതാ ഉമ്മായും പാപ്പായും കൂടി തിരിച്ച് താത്താടെ വീട്ടിലേക്ക് പോവുകയാണ്. ഇനി അവരെയൊക്കെ കാണാമല്ലോ എന്ന് കരുതിയിട്ട് 2 പേരും കൂടി അങ്ങോട്ട് പോവാണ്. അങ്ങനെ അപ്പോൾ എൻ്റെ ഈദിൻ്റെ വിശേഷങ്ങൾ ഓൾമോസ്റ്റ് തീർന്നു കേട്ടോ. പിന്നെ എന്താ പറയാനാ, പിന്നെ നമ്മളുള്ള ഫുഡൊക്കെ കഴിച്ച് കിടന്നു തുടങ്ങി. പിന്നെ സ്കൂളിലെ കുറച്ച് വർക്കുകളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ആയിരുന്നു പിന്നെ ചെയ്തത്. പിന്നെ ഇത് പിറ്റേ ദിവസമാണേ, അന്ന് വരാൻ പറ്റാതെ ആതിര ടീച്ചറും മോൻ കാശിയും കൂടി പിറ്റേ ദിവസം വന്നു. ഒരുപാട് സന്തോഷമാണ് കേട്ടോ, അൽഹംദുലില്ലാ. അന്ന് വരാൻ പറ്റിയില്ലെങ്കിൽ ടീച്ചർ പിറ്റേന്നെങ്കിലും വന്നല്ലോ, അതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. അങ്ങനെ അമ്പാടിയും ടീച്ചറും ഞാനും കൂടി ഓരോരോ കുശലാന്വേഷണങ്ങളൊക്കെ ചെയ്തിരിക്കണം. നമ്മൾ പിന്നെ സ്ഥിരം സ്കൂളിൽ കാണുന്നത് കൊണ്ട് വലിയ വിശേഷങ്ങളൊന്നും പറയാനില്ല. എന്നാലും നമുക്ക് ഉണ്ടാവുമല്ലോ നമ്മൾ ഒരുമിച്ച് കൂടുമ്പോൾ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ഗൈസ്, എൻ്റെ ഈദ് വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ മറ്റൊരു വിശേഷമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.